ഹലോ പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനമായ ലക്ഷ്യം നടക്കാൻ പോകുന്ന കേരളത്തിലെ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് UDFൻ്റെ സാരഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുവാനാണ്. എന്താണ് ഇങ്ങനെ അഭ്യർത്ഥിക്കാനുള്ള കാരണം? ഒന്നാമത്, 2016 മുമ്പ് കേരളത്തിലെ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച ജനകീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവും, മാത്രമല്ല ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യക്തിഹത്യ നടത്തി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവരുടെ ഭരണത്തിന് കീഴിൽ കേരളത്തിലെ സമസ്ത മേഖലകളിലും പരാജയമാണ്. ജനജീവിതം ദുസ്സഹമാണ്. വിലക്കയറ്റവും അതുകൊണ്ട് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയും അതിരൂക്ഷമായി തുടരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ സ്വർണ്ണപ്പണയക്കാരുടെ പ്രളയമാണ്. കാരണം ജനങ്ങളുടെ കയ്യിൽ കാശില്ല. അവരുടെ കെട്ടുതാലി പോലും പണയപ്പെടുത്തിയാണ് ഓരോ ദിവസവും അവർ ജീവിക്കുന്നത്. അത്രമാത്രം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം. ഭവനരഹിതരുടെ എണ്ണം പെരുകുന്നു. തൊഴിൽ രഹിതരുടെ എണ്ണം പെരുകുന്നു. എല്ലാ കരങ്ങളും കൂട്ടുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാതൊരു കുറവും സംസ്ഥാനം വരുത്തുന്നില്ല. ഇപ്പോൾ തന്നെ പുതിയ കാർ വാങ്ങാനുള്ള പണം ധനവകുപ്പ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എത്രമാത്രം കാറ് ഈ മുഖ്യമന്ത്രിക്ക് എന്തിനാണ്? ഇവർ ഭരിക്കാനാണോ അതോ കേരളത്തെ നശിപ്പിക്കാനാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാനായിട്ട് സാധിക്കും. അത്രമാത്രം സാമ്പത്തിക അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. മാത്രമല്ല, ഇവരെങ്ങാനും ജയിച്ചാൽ വീണ്ടും കേരളക്കര പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന കേരൽ പദ്ധതി അവർ പൊടി തട്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവരുവാൻ ശ്രമിക്കും. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ എതിരായി പ്രവർത്തിച്ച, അതുപോലെ തന്നെ വിലക്കയറ്റം വർദ്ധിപ്പിച്ച, സാമ്പത്തിക കെടുകാര്യസ്ഥതയും ധൂർത്തും നടത്തിയ, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന, കേരള പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണത്തെ താഴെ ഇറക്കേണ്ടത് കേരള ജനതയുടെ നന്മയ്ക്ക്